ഇഡിയെ വേട്ടക്കിറക്കിയ സംഘപരിവാർ നിരാശപ്പെട്ടു മടങ്ങേണ്ടി വരും. ഇത് പാർട്ടിക്കെതിരായ കടന്നാക്രമണമാണ്. ഇന്ത്യയിലെയും കേരളത്തിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനുള്ള സംഘപരിവാർ കിനാവിൽ നിന്ന്, സ്വപ്നങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. സംഘപരിവാറിനെ ഓർമ്മപ്പെടുത്താനുള്ളത്, മറ്റ് വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ കാണുന്നത് പോലെയും അതിൻ്റെ നേതാക്കളെ കാണുന്നത് പോലെയും ഞങ്ങളുടെ ജനകീയ നേതാക്കളെ കാണേണ്ടതില്ല. അതാണ് പറഞ്ഞത്. നിങ്ങൾ നിരാശപ്പെടേണ്ടി വരും. സഖാവ് പിണറായിയെ ഉന്നം വയ്ക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ ഉന്നം വയ്ക്കുന്നതാണ്. ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ, സംഘപരിവാരത്തെ, അതിനെതിരെ പ്രതിരോധം തീർക്കുന്ന ഈ മതനിരപേക്ഷ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ്. അതിശക്തമായ പ്രതിരോധം ഇത് സംബന്ധിച്ചുയർന്നത്. ശ്രീ വി ഡി സതീശൻ വല്ലാതെ ചിരിക്കുന്നുണ്ടാകും, കോൺഗ്രസ് ചിരിക്കുന്നുണ്ടാകും. തുടർച്ചയായി കേരളത്തിൽ വരുമ്പോഴെല്ലാം രാഹുൽ ഗാന്ധിക്ക് അറിയേണ്ടിയിരുന്ന ഒരേ ഒരു കാര്യം, ഇഡി എന്തുകൊണ്ട് പിണറായിയെ തേടി വരുന്നില്ല എന്നതായിരുന്നു. എന്തുകൊണ്ട് ഇഡി ഇത്രയും ദിവസം കാത്തിരുന്നു എന്നും ഇപ്പോൾ വ്യക്തമാണ്. ആരൊക്കെ തമ്മിലാണ് ഡീൽ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിരുന്നു എന്ന് കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്. ഈ സന്ദർഭത്തിൽ സംഘപരിവാർ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കോൺഗ്രസും സംഘപരിവാറും ഒരുമിച്ചു ചേർന്നോ ഈ ചെങ്കൊടിയെ ഒന്ന് തൊഴാൻ വന്നു നോക്ക്. അതാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത്. കാത്തിരുന്ന് കാണാം അതിൻ്റെ റിസൾട്ട്. ഒരു ഇഞ്ച് പിന്നോട്ട് പോകില്ല. കേരളത്തിലെ സംഘടിതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും യുവജന പ്രസ്ഥാനവുമെല്ലാം ഒരുമിച്ചു നിന്ന് ഈ കൊള്ളരുതായ്മയ്ക്കെതിരെ, സംഘപരിവാരത്തിൻ്റെ ഈ അമിതാധികാര പ്രയോഗത്തിനെതിരെ, രാഷ്ട്രീയ നീക്കത്തിനെതിരെ അതിശക്തമായി പ്രതിരോധിക്കും. ഒരു ഇഞ്ച് പിന്നോട്ട് പോകില്ല. അല്ല, അത് അവർ തന്നെ പറയേണ്ടത്. പിന്നെ ഇതിനായിരുന്നു രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുമ്പോഴെല്ലാം ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ഒരു പാറ്റേൺ ഉണ്ടല്ലോ. കോൺഗ്രസ് ഇന്ത്യയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രപരമായ അതിൻ്റെ കടമ എന്താണ്? ചരിത്രപരമായ കടമ എന്ന് കോട്ട് ആൻഡ് കോട്ട്. എന്താ കടമ? നമ്മൾ നിൽക്കുന്ന ഈ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയി, മനീഷ് സിസോദിയ ജയിലിൽ പോയി. ബി ജെ പിക്കെതിരെ നിലപാടെടുത്ത് നിന്ന് അവസാനം വരെ നിലപാടെടുത്ത് നിന്ന ഒരു ആം ആദ്മി പാർട്ടിയെ ഈ ഡൽഹിയിൽ കുഴിച്ചുമൂടി. എവിടെ നിന്നായിരുന്നു തുടക്കം? രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്കാരുടെ തുടക്കം അല്ലേ? കോൺഗ്രസ് പ്രസിഡന്റ് കൊടുത്ത പരാതിയിലല്ലേ അന്വേഷണം ആരംഭിക്കുന്നത്? മനീഷ് സിസോദിയ അറസ്റ്റ് ചെയ്ത ദിവസം ഓർമ്മയുണ്ട് എനിക്ക്. ഈ ഡൽഹിയിലെ വീഥികളിലെല്ലാം കോൺഗ്രസിന്റെ മനീഷ് സിസോദിയ ജയിലിൽ കിടക്കുന്ന, അഴിക്കുള്ളിൽ കിടക്കുന്ന നല്ല കളർ പോസ്റ്ററുകളായിരുന്നു കോൺഗ്രസ് ഇറക്കിയത്. ഓർമ്മയില്ലേ? ഈ ഡൽഹിയിൽ നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ പലതവണ പറഞ്ഞെന്തായിരുന്നു? ബി ജെ പിക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടികളെ, നിലപാടുള്ള രാഷ്ട്രീയ പാർട്ടികളെ, അതിൻ്റെ നേതാക്കളെ ഇഡിക്ക് വേട്ടയാടാൻ കൊടുക്കാനുള്ള കരാർപ്പണിയേറ്റ ചരിത്ര ദൗത്യമാണ് കോൺഗ്രസ് നിർവഹിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി. അതിന്റെ തുടർച്ചയാണിത്. താരതമ്യം ചെയ്യാൻ പറ്റും. കാര്യം ഇതിനകത്ത് ഇഡി തന്നെയാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് പരാതിക്കാരുണ്ടാകുന്നല്ല. അവർ തന്നെയാണ് പറയുന്നത് സേവനത്തിനുള്ള എന്തിനാണ് സേവനം നടത്തിയെന്ന് ഉദ്യോഗസ്ഥർ തന്നെ അറിയില്ല എന്ന് CMR തന്നെ സമ്മതിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയില്ലേ ധനസുമോദേ, ഇതുപോലെ ഇഡി പല വ്യാഖ്യാനങ്ങളും അവരുടേതായി ഉണ്ടായിരുന്നല്ലോ ഡൽഹിയിൽ. അവസാനം ഇപ്പം എന്തായി കോടതിയിൽ? നിങ്ങൾ കണ്ടില്ലേ? നമ്മൾ പണ്ട് പറയാറില്ലേ, സത്യമെല്ലാം വരുമ്പോൾ ഒരുപാട് സമയമെടുക്കുമല്ലോ ഇതിൻ്റെ ഫാക്റ്റ്. ഇപ്പം ഇഡി പറയുന്നതെല്ലാം വേദവാക്യമായി ഇപ്പോൾ എടുക്കാൻ പറ്റുമോ? ഇഡി പറയുന്നതെല്ലാം വേദവാക്യമായി കൊണ്ടു നടന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഈ പോയിന്റ് ഓഫ് ടൈമിൽ ഡൽഹിയിലെ വിഷയത്തിൽ എന്താണ് നിലപാട്? അതുകൊണ്ട് ഇഡി ഇപ്പോൾ പറയുന്നത് വേദവാക്യമായി എങ്ങനെ എടുക്കാം? അവർ പിന്നെ പൊളിറ്റിക്കൽ ഡിഫൻസിലേ എടുക്കുള്ളൂ. ഇതിൽ ഈ നടപടിയില്ല ഡിവൈഎഫ്ഐ രാഷ്ട്രീയമായി നേരിടുമോ? എന്തെങ്കിലും സമരപരിപാടികൾ പ്രഖ്യാപിക്കും? അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരും. സ്വാഭാവികമായ പ്രതിഷേധം ഉയർന്നു വരും. ഞങ്ങളിതുവരെ ആഹ്വാനം ചെയ്തിട്ടില്ല എവിടെയും. ആഹ്വാനം ചെയ്യാതെ തന്നെ കണ്ണൂരിലും കോഴിക്കോടുമെല്ലാം നമ്മൾ കണ്ടു. സ്വാഭാവികമായി ഈ ചെങ്കൊടിയെ പ്രതിരോധിക്കാൻ പുറത്തേക്കിറങ്ങി വരുന്ന ജനക്കൂട്ടത്തെ നിങ്ങൾ കണ്ടു. ആഹ്വാനം വന്നിട്ടേ ഉള്ളൂ. ആഹ്വാനം വരുന്നതിന് മുമ്പുള്ള കാഴ്ചയാണ് കണ്ടത്. ആഹ്വാനം ഇപ്പോൾ പറയുന്നില്ലേ ഉള്ളൂ. ഇനി ഞങ്ങളുടെ നേതാക്കൾ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണാൻ പോകുന്നതേ ഉള്ളൂ. ആഹ്വാനം വന്നില്ലെന്നേ. ആഹ്വാനത്തിന് മുമ്പ് തന്നെ ഇറങ്ങിയ ജനത്തെയാണ് നിങ്ങൾ കണ്ടത്, പാർട്ടിയെയാണ് നിങ്ങൾ കണ്ടത്. ആഹ്വാനത്തിന് ശേഷമുള്ള പാർട്ടിയെ കാത്തിരുന്ന് കാണൂ. പാർട്ടിക്ക് ഇതിൽ ഡിവൈഎഫ്ഐക്ക് പ്രതിസന്ധി എന്താണ്? പിണറായിക്കെതിരായുള്ള നടപടിയാണോ അതോ വീണയ്ക്കെതിരായുള്ള നടപടിയാണോ? ഇത് പാർട്ടിയെ വേട്ടയാടുന്നതാണ്. ചോദ്യം മനസ്സിലായി. ആ കുത്തിരിപ്പ് ചോദ്യം കയ്യിൽ വെച്ചിരുന്നാൽ മതി. ചോദ്യം പാർട്ടിക്കെതിരായിട്ടുള്ള പറഞ്ഞല്ലോ. ഇത് ചെങ്കൊടിയെ പ്രതിരോധിക്കലാണ്, പാർട്ടിയെ പ്രതിരോധിക്കലാണ്. പിണറായി വിജയന്റെ വീട്ടിലേക്ക് ഇല്ലാത്തൊരു കേസ്. എന്ത് കേസായത്? കേസിന്റെ മെരിറ്റ് മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാത്തതാണ്. മാത്യു കോളിനാടൻ സുപ്രീം കോടതിയിലേക്ക് വന്നതല്ലേ?
എടുത്ത് ദൂരെ എറിഞ്ഞില്ലേ? അതെ, പറയട്ടെ, വെയിറ്റ് ചെയ്യൂ. ഇതെല്ലാം ഇതിന്റെ മുമ്പിൽ തന്നെയാണല്ലോ നടന്നത്. അപ്പൊ എനിക്കറിയാം ഈ ചോദ്യങ്ങളെല്ലാം എവിടെ നിന്നുണ്ടാകുന്നുവെന്നും ഈ ചോദ്യങ്ങളെല്ലാം എന്തിലേക്ക് നീങ്ങുന്നുവെന്നും. അതെല്ലാം നല്ല ഒന്നാന്തരം കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളാണ്. ED പേടിക്കുന്നില്ല, പിന്നല്ലേ നിങ്ങൾ 4-5 പേരുടെ കുത്തിത്തിരിപ്പ് ചോദ്യം കയ്യിൽ വെച്ചിരുന്നാൽ മതി. അതാ ഞാൻ പറഞ്ഞത്. ED പേടിക്കുന്നില്ല, പിന്നെയല്ലേ ഭരണകൂടത്തെ പേടിക്കുന്നില്ല, പിന്നെയാണ് നിങ്ങൾ മാധ്യമങ്ങളല്ല, നിങ്ങൾ 1-2 പേരുടെ കുത്തിത്തിരിപ്പ് ചോദ്യം അതവിടെ നിൽക്കട്ടെ. അതാ പറഞ്ഞത്. നിങ്ങളുടെ ആ ചോദ്യത്തെ നിങ്ങളുടെ വെയിറ്റ് ചെയ്യൂ. അല്ല, നിങ്ങളുടെ ഈ ചോദ്യത്തെ നിങ്ങൾ ഈ നിലയിൽ ചോദിക്കുന്നത് പിണറായിയുടെയും ഈ പാർട്ടിയുടെയും ചോര കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനെ ഞാൻ ഈ നിമിഷം വിശദീകരിക്കുന്നത്, അതിനോട് പ്രതികരിക്കുന്നത് ഈ നിമിഷത്തിലെ കുത്തിത്തിരിപ്പ് ചോദ്യമെന്നാണ്. ആ കുത്തിത്തിരിപ്പ് ചോദ്യം കയ്യിൽ വെച്ചാൽ മതി എന്നാണ് അതിന്റെ മറുപടി. പറയട്ടെ. പിന്നെ നിങ്ങളുടെ ഈ കുത്തിത്തിരിപ്പ് ചോദ്യമല്ല, അതിനും അപ്പുറത്തുള്ള നിങ്ങൾ സ്വയം അപഹാസ്യരാകരുത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇന്ന് പുലർച്ചെ 6 മണി മുതൽ CPIMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ വീട്ടിൽ, അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ മന്ത്രിയുമായിരുന്ന സഖാവ് PM മുഹമ്മദ് റിയാസിന്റെ ഉമ്മയും ഉപ്പയും മാത്രമുള്ള വീട്ടിൽ ഒക്കെ റെയ്ഡ് എടുത്താണ്. ഈ റെയ്ഡിന്റെ മുമ്പിൽ ഞങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ തെരുവിലിറങ്ങുന്ന ജനത്തിന്റെ മുമ്പിൽ നിന്ന് ദയവായി കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ള ഒരു മര്യാദ ഈ നിമിഷം മാധ്യമങ്ങൾ പുലർത്തണം. അതാണ് എല്ലാവർക്കും നല്ലത്. തന്നോടൊപ്പം നിന്നോ എന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല. കോടിയേരി ജീവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അത് ഞാനിപ്പോൾ ചെയ്യുന്നു. റെയ്ഡിനെ എതിർക്കുന്നു. വിമർശനം വരുന്നത് എവിടെയാണ്? ആ സമയത്ത് പാർട്ടിക്കെതിരായിട്ടുള്ള ആക്രമണമാണ് ഇത് എന്ന് പാർട്ടി വിലയിരുത്തി എന്ന് ഇപ്പൊ ജനറൽ സെക്രട്ടറി പറഞ്ഞ കാര്യത്തിൽ ഈ വിഷയത്തിൽ ബിനീഷിനെ സംരക്ഷിക്കാൻ പാർട്ടി ഇറങ്ങുന്നില്ല എന്നാണ് വാർത്താ സമ്മേളനത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. ഈ വിഷയത്തിൽ, അതായത് ഇപ്പൊ നടക്കുന്ന റെയ്ഡിന്റെ വിഷയം വരുമ്പോൾ താങ്കളെപ്പോലെ അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ പറയുന്നു ഇത് പാർട്ടിക്കെതിരായിട്ടുള്ള ആക്രമണമാണെന്ന്. നിങ്ങൾ നോക്ക്, ഇതേ ബിനീഷ് കോടിയേരി പാർട്ടി മെമ്പർഷിപ്പ് കിട്ടാൻ 4 മാസമായിട്ട് നടക്കുകയാണ്. ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ഇരട്ട നീതിയാണോ? അല്ല, അത് നിങ്ങൾ ചോദിക്കുന്നത് ഏഷ്യാനെറ്റിന്റെ ചോദ്യം വളരെ വ്യക്തമാണ്. നിങ്ങൾ കാണേണ്ടത് ഇന്ന് പുലർച്ചെ 6 മണി മുതൽ ED തടവിൽ വെച്ചിരിക്കുന്നത് വീണ വിജയനെ അല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് പിണറായി വിജയനെയാണ്. 2, ഈ നിമിഷം വരെ ED തടവിൽ വെച്ചിരിക്കുന്നത് വന്ധ്യവയോധികരായ PM മുഹമ്മദ് റിയാസിന്റെ ഉമ്മയെയും വാപ്പയാണ്. EDയുടെ ആ കണ്ണിന്റെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന EDയുടെ ഈ വേട്ടയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഇമാതിരി കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ ചോദിച്ചാൽ പൊന്നു സഹോദര, അതിന് അനൗചിത്യമെന്നല്ലാതെ അതിനപ്പുറത്തൊരു വാക്ക് ഈ സ്ക്രീനിൽ നിന്നുകൊണ്ട് ഇപ്പൊ എനിക്ക് പറയാൻ തരമില്ല. അതുകൊണ്ടാണ് മാത്രമോ അതിന്റെ പരിമിതി മനസ്സിലാക്കിയോ. പിന്നീടാണെങ്കിൽ നേരെ പറയാൻ നല്ല വാക്ക്. ശരി, 2 കോൺഗ്രസ് നേതാക്കളുടെ പേരും അല്ല ഇപ്പോഴത്തെ UDF മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന 2 പേരുടെ പേരും അന്ന് ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അവർക്കെതിരെ അന്വേഷണം നടക്കുന്നില്ല. അവർ ഈ മന്ത്രിസ്ഥാനത്ത് തുടരണമോ അതോ രാജിവെക്കണോ? അല്ല, ഇതിനകത്ത് ഇപ്പോഴും അതിനെ സംബന്ധിച്ച് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇപ്പോഴത്തെ പോയിന്റിലെ പ്രശ്നം ബാലഗോപാൽ മനസ്സിലാക്കേണ്ടത് CPIMനെതിരായിട്ടുള്ള വേട്ടയാണിത്. ഞങ്ങളുടെ നിലപാടതാണ്. കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒത്തുകളി ഇതിന്റെ പിന്നിലുണ്ട്. VD സതീശന്റെ ഇന്നലത്തെ ഡൽഹി സന്ദർശനം ഇതുമായി ബന്ധപ്പെട്ട് സംശയത്തിൽ വായിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ പറയുന്ന പൊളിറ്റിക്കൽ പോയിന്റ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ തെരുവിലിറങ്ങും. ഇതിനെതിരെ അതിശക്തമായ ജനകീയ പ്രതിഷേധം ജനങ്ങളെയാകെ അണിനിരത്തി, ജനങ്ങളെയാകെ വിശ്വാസത്തിലെടുത്ത്, ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ച് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. ഒറ്റ ചോദ്യം, തെരുവിലടക്കം എന്ന് പറയുമ്പോൾ ഈ അന്വേഷണം ധനകാര്യമന്ത്രിയും VD സതീശനും മുഖ്യമന്ത്രി കണ്ടത് ഈ റെയ്ഡിന് വേണ്ടിയിട്ടാണ്. വലിയൊരു ഗുരുതര ആരോപണമാണ് താങ്കൾ ഉന്നയിച്ചിരിക്കുന്നത്. അല്ല, അതിനെക്കുറിച്ച് അതിനെ അദ്ദേഹം പറയട്ടെ. ഇപ്പോ VD സതീശൻ, ഞാൻ 3 കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. കോൺഗ്രസ് ഡൽഹിയിലും കേരളത്തിലും ഉൾപ്പെടെ അല്ലെങ്കിൽ BJP വിരുദ്ധ സംസ്ഥാനങ്ങളിൽ പാർട്ടികൾക്ക് നേരെ EDക്ക് വേണ്ടി കെണിയൊരുക്കുന്ന അല്ലെങ്കിൽ EDയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന, അതെല്ലായ്പ്പോഴും അങ്ങനെയാണ്. ഭരണകൂടത്തിനൊപ്പം ചേർന്ന് അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് കേരള പാടും പ്രവർത്തിച്ചില്ല. അതുപോലെ തന്നെയാണ്. അപ്പോൾ ശക്തമായി ED എടുക്കുന്ന ഡൽഹിയിൽ ഉൾപ്പെടെ എടുത്തൊരു രാഷ്ട്രീയ നിലപാടുണ്ട്. ഞാൻ ചരിത്രപരമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞല്ലോ. 2, അതോടൊപ്പം തന്നെ കേരളത്തിൽ വരുമ്പോഴെല്ലാം രാഹുൽ ഗാന്ധി ചോദിച്ചുകൊണ്ടിരുന്നത് ED എവിടെ, പിണറായിയുടെ വീട്ടിൽ ED കയറാത്തതെന്നാണ്. അദ്ദേഹം കയറിയല്ലോ. അപ്പോൾ ഇത്രയും കാലം രാഹുൽ കാത്തിരുന്ന EDയാണ് ഇപ്പോൾ വന്ന് കയറിയത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ ഈ കഴിഞ്ഞ കാലങ്ങളെല്ലാം സഖാവ് പിണറായി ഡൽഹിയിൽ വരുമ്പോൾ എന്തായിരുന്നു ആരോപണം? കോൺഗ്രസ് നടത്തിയ ആരോപണം എന്തായിരുന്നു? അങ്ങനെയാണെങ്കിൽ ഈ ആരോപണത്തിന് അദ്ദേഹം മറുപടി പറയണ്ടേ?
അപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം, പരസ്യമായി രാഹുൽ ഗാന്ധി തന്നെ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം, അത് കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ വി.ഡി. സതീശൻ ഡൽഹിയിലെത്തിയത്. അല്ല, വി.ഡി. സതീശൻ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത് ഇന്ന് 5:30 അമിത്ഷാനെ കാണുന്നതും ഇതേ ലക്ഷ്യം വെച്ച് തന്നെയായിരിക്കും. വി.ഡി. സതീശൻ തേടി വന്നത് തന്റെ രാഷ്ട്രീയ യജമാനന്മാരെ വിവരങ്ങൾ അറിയിക്കാൻ. വി.ഡി. സതീശൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യജമാനന്മാരെ തേടിയാണ് വന്നത്. ഇല്ലെങ്കിൽ എന്തിനാണ് ബി.ജെ.പിയുടെ സീല് കീശയിലിട്ട് നടക്കുന്ന രത്തൻ കൽക്കറെ സ്വന്തം സെക്രട്ടറിയാക്കിയത്? എന്തിനാണ് കടുത്ത മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തുന്ന ലവ് ജിഹാദ് നിയമം അല്ലെങ്കിൽ അതുപോലുള്ള നിയമങ്ങൾ ഈ കേരളത്തിൽ വേണമെന്ന് ആവശ്യപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകനെ, ഒരാളെ, അദ്ദേഹത്തെ മാത്രം തന്നെ തൻ്റെ സെക്രട്ടറിയാക്കി വെക്കണം? ആരെ തൃപ്തിപ്പെടുത്താനാണ്? ബംഗാളിൽ ബി.ജെ.പി. അധികാരം ഏറ്റെടുത്ത സ്ഥലത്ത് പോലും വന്ദേമാതരം മുഴുവനായി ചൊല്ലിയില്ല. ആ വന്ദേമാതരം മുഴുവനായി ചൊല്ലിയത് എവിടെ? വി.ഡി. സതീശന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഇതെല്ലാം കണ്ടിട്ട് മലയാളികൾക്കൊന്നും മനസ്സിലായില്ലെന്നാണോ വി.ഡി. സതീശൻ കരുതുക? ഇതെല്ലാം ഞാൻ RSS ചാരനാകുന്നതിനാണ്. RSSകാരൻ RSSന്റെ ചാരനാവേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ നോക്കൂ, ഒരു കാര്യം ഞാൻ പറയുന്നു, ഇനി ഏത് ഈടി വേട്ടയാടിയാലും വി.ഡി. സതീശൻ സവർക്കറുടെ മുമ്പിൽ കുനിഞ്ഞു നിന്നതുപോലെ, വണങ്ങി നിന്നതുപോലെ പിണറായി വിജയനും ഈ പാർട്ടി ഒരാളും സംഘപരിവാറിന് മുമ്പിൽ തലകുനിച്ചു നിൽക്കില്ല. വി.ഡി. സതീശൻ സവർക്കറുടെ മുമ്പിൽ തലകുനിച്ചു നിന്നതുപോലെ ഞങ്ങൾ ആരും തലകുനിച്ചു നിൽക്കില്ല, ഇനി മരിക്കേണ്ടി വന്നാലും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.